ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ 4 മലയാളം സിനിമകളുടെ യഥാർത്ഥ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ആണല്ലോ പ്രേക്ഷകരെ അറിയിച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടി യഥാർത്ഥ കേരള കളക്ഷൻ അറിയിക്കുകയാണ്. അല്പസമയം മുന്നെയാണ് ചിത്രത്തിന്റെ കൃത്യമായ 13 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 13 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 10 കോടി 40 ലക്ഷമാണ്. ലവ് ആഷൻ ഡ്രാമ എന്ന 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ പോളി സിനിമയ്ക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ 10 കോടി കളക്ഷൻ കടക്കുന്ന നിവിൻ സിനിമ കൂടിയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ മാറിയിരിക്കുകയാണ്. മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഒരു ഓക്കെ ഡീസന്റ് കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് 14 ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് ഏകദേശം 15 ലക്ഷം 20 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ 18 കോടി 20 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ അതിനു മുന്നേ സിനിമയുടെ കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 17 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 7 കോടി 75 ലക്ഷം രൂപയാണ്. ഇന്ന് സിനിമയുടെ 19ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നും 5 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. നാളെ ബുധനാഴ്ച കളക്ഷനോടെ 8 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കിടക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് 12 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുന്നതാണ്. സിനിമ തിയേറ്ററുകളിൽ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ഇനി ആവേശം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ പവിയേക്കാൾ കൂടുതൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഇന്ന് സിനിമയ്ക്ക് കേരളത്തിലുണ്ട് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്ക് 5 ലക്ഷത്തിന് മുകളിലാണ് ഇന്നത്തെ കേരള ട്രാക്കിംഗ് എങ്കിൽ ആവേശം എന്ന സിനിമയ്ക്ക് അത് 6 ലക്ഷത്തിന് മുകളിലാണ്. ഈ ആഴ്ചയോടെ 76 കോടി രൂപയ്ക്ക് മുകളിൽ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇനിയും 155 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. 155 കോടി ഏറ്റവും ഒടുവിൽ ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ കൃത്യമായ ഫൈനൽ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കൂ.